നയന സൂര്യയെ ആദ്യമായി പരിചയപ്പെടുത്തിയത് സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ സാറാണ്. എൻ്റെ ക്ലാസിക് രതിചിത്രങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് ലെനിൻ രാജേന്ദ്രൻ സാറായിരുന്നു. നയന സൂര്യ സാറിൻ്റെ പിന്നിൽ നിഴൽ പോലെ. സാർ അന്ന് നയന സൂര്യയെ പരിചയപ്പെടുത്തി. തൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് നയന സൂര്യ എന്നായിരുന്നു സാറ് പറഞ്ഞത്. പിന്നീട് സാറിനപ്പോൾ പലപ്പോഴും ഒരു നിഴൽ പോലെ നയന സൂര്യ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് സ്പെൻസറിലുള്ള കോഫി ഹൗസിൽ ലെനിൻ രാജേന്ദ്രൻ സാറിനോടൊപ്പം വന്നിരുന്ന നയന സൂര്യ പിന്നീട് സ്വതന്ത്ര സംവിധായികയായി മാറിയ കാര്യമൊക്കെ പറഞ്ഞു. ലെനിൻ രാജേന്ദ്രൻ സാർ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് അരികിൽ വിങ്ങിപ്പൊട്ടി നിന്ന നയന സൂര്യയെ പിന്നീട് കണ്ടു. പിന്നീട് അറിയുന്നത് അവരുടെ മരണവാർത്തയാണ്. നയന സൂര്യ ഡയബറ്റിക് പേഷ്യൻ്റാണെന്നും പഞ്ചസാരയുടെ അളവ് കുറഞ്ഞാണ് മരണമടഞ്ഞതെന്നും ഒക്കെയാണ് കേട്ടത്. ഇപ്പോൾ ആ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ആ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു. 3 വർഷം മുമ്പാണ് നയന സൂര്യ മരിച്ചത്. തിരുവനന്തപുരത്തെ ആൽത്തറയിലുള്ള വീട്ടിലായിരുന്നു മരിച്ചു കിടന്നത്. കൊലപാതകമെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്ന് പോലീസ് തള്ളിയത് എന്തുകൊണ്ടാണ് എന്ന് ഇന്നും വ്യക്തമാകുന്നില്ല. 2019 ഏപ്രിൽ 5 പോസ്റ്റ്മോർട്ടം നടന്നത്. ബലപ്രയോഗത്തിലൂടെ കഴുത്ത് ഞെരിച്ചതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ശശികലയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയത്. 8 നിരീക്ഷണങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായുണ്ട്. താടിയെല്ലിൽ 2 പാടുകളുണ്ട്. കഴുത്തിൻ്റെ മുൻവശത്ത്, അതായത് ഇടതുവശത്തിന് താഴത്തെ അറ്റം പുറമുതൽ മധ്യരേഖ വരെ ബലപ്രയോഗം നടന്നതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട്. 1ലധികം മുറിവുകൾ കഴുത്തിലുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിറവ്യത്യാസവും സംഘർഷത്തിന് തെളിവാണ്. അക്കമിട്ട് കൊലപാതക സാധ്യത ചൂണ്ടിക്കാട്ടിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസ് നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ബാക്കിയാകുന്നു. മൃതദേഹത്തിൻ്റെ അടിവയറ്റിൽ ചവിട്ടേറ്റതുപോലെയുള്ള ക്ഷതം കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ ആഘാതത്തിൽ ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവമുണ്ടായി. ക്ഷതമേറ്റാണ് പാൻക്രിയാസ്, വൃക്ക എന്നിവയിൽ രക്തസ്രാവമുണ്ടായത്. പ്ലീഹ ചുരുങ്ങിപ്പോവുകയും പൊട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഈ നിരീക്ഷണങ്ങൾ കൊലപാതകമെന്ന സംശയം ബലപ്പെടുത്തുന്നു. കരിമണൽ മാഫിയയ്ക്കും മയക്കുമരുന്ന് മാഫിയയ്ക്കും എതിരെ ശക്തമായ പോരാട്ടം നയന സൂര്യ നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് വെള്ളയമ്പലം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മാഫിയ ശക്തമാണ്. മാനവീയം വീഥി ഇതിൻ്റെ കേന്ദ്രമാണ്. ഈ മേഖലകളിൽ ശക്തമായ സൗഹൃദമുണ്ടായ നയന സൂര്യ പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും എതിർത്തിരുന്നു. സുഹൃത്തുക്കളെപ്പോലെ തന്നെ ശത്രുക്കളും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ മരിച്ചപ്പോൾ പല കോണുകളിൽ നിന്നും ദുരൂഹ മരണമാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ ഇത് ആരും അന്വേഷിക്കാൻ മുതിർന്നിട്ടില്ല. ഈ മരണം അന്വേഷിക്കാതിരിക്കാൻ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് സംശയമുണ്ട്. 10 വർഷത്തോളം സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ്റെ സഹസംവിധായകയായിരുന്നു നയന. ക്രോസ് റോഡ് എന്ന ആന്തോളജി സിനിമയിൽ പക്ഷികളുടെ മണം എന്ന സിനിമ നയന സംവിധാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, തൻ്റെ ജന്മദേശമായ അഴീക്കലിൽ കരിമണൽ മാഫിയയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു വരികയായിരുന്നു നയന സൂര്യ. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെ വെച്ച് അട്ടിമറിക്കപ്പെട്ടു എന്ന ചോദ്യം പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നു. നയന സൂര്യയുടേത് ഡയബറ്റിക് മൂലമുള്ള മരണമല്ല. അതിൽ മൃതദേഹത്തിൽ ബലപ്രയോഗം നടന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. അടിവയറ്റിലെ ചവിട്ടേറ്റ് ആന്തരികാവയവങ്ങൾ തകർന്നിരുന്നു. ആന്തരികമായ രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇതൊക്കെ പോലീസ് ഒളിച്ചു വെച്ചത് എന്തുകൊണ്ടാണ്? ചോദ്യങ്ങൾ ഇനിയും ബാക്കി.